കേരളത്തിൽ ഇപ്പോൾ ബസ് ട്രെൻഡിൻ്റെ കാലമാണ്. ആ ട്രെൻഡിൻ്റെ പേരിൽ ഒരാൺതരി കൂടി നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെതിരെ ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമം ആരോപിച്ചപ്പോൾ ആ വാർത്ത കണ്ടുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ മനസ്സാക്ഷ്യത്തൊട്ട് ഞാൻ പറയുന്നു, അയാളൊരു സാധാരണ മനുഷ്യനായിരിക്കും. പ്രതികരിക്കണം. നിങ്ങൾക്കെതിരെ ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാലോ, ആരെങ്കിലും ലൈംഗികമായിട്ട് നിങ്ങൾക്കെതിരെ ആക്ട് ചെയ്താലോ നിങ്ങൾ പ്രതികരിക്കണം. പക്ഷെ ആ പ്രതികരിക്കേണ്ടത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടോ വ്ളോഗ് എടുത്തുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുക. അവിടുന്ന് അതിനെ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ അതൊരു വ്ളോഗായി ചിത്രീകരിച്ചുകൊണ്ടോ റീലായി ഇട്ടുകൊണ്ടോ കുറച്ച് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടല്ല അതിനെതിരെ പ്രതികരിക്കുക. ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് എന്താണെന്നറിയാമോ? കേരളത്തിലെ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു റോഡ് സൈഡിൽ ഈവൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ പോലും നിങ്ങളെ സഹായിക്കാൻ ഒരാൺതരി പോലും മുന്നോട്ട് വരും. കാരണം അവർക്ക് വയ്യ. ഇത്തരത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് പോലും മനംനൊന്ത് വളരെയധികം വിഷമിച്ച് നടക്കുന്ന ആണുങ്ങളാണ് പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ളത്. അവർക്കൊരു പക്ഷേ ഇതേപോലുള്ള വലിയ ആരോപണങ്ങളൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല.